ആരും ചെയർ പൊക്കുന്നവർക്ക് ഞാൻ 10,000 രൂപ എടുക്കാൻ പോവുകയാണ്. പക്ഷേ ഇത് പൊക്കണം. ഇതൊരാരും പൊക്കിയിട്ടില്ല. കഴിഞ്ഞ ഒരു വർഷം മുമ്പെയാണ് ഈ ചാലഞ്ച് പിന്നെ ചെയ്തത് ഞാൻ. പക്ഷേ ആരും പൊക്കിയില്ലായിരുന്നു. അതുകൊണ്ട് ഈ അൺലിഫ്റ്റബിൾ ചെയർ ഞാൻ പിന്നെയും കൊണ്ടുവന്നു. ഇപ്രാവശ്യം ആലപ്പുഴ അല്ല എറണാകുളത്ത്. ഒരു കഴിഞ്ഞിട്ട് അത് ഞാൻ പൊക്കി കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സെയിം ആര് റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് പൈസ കൊടുക്കും. 10,000 ഒറ്റയ്ക്ക് കൊടുക്കത്തില്ല, പൈസ കൂടി വരും. അപ്പോൾ ഫസ്റ്റ് ആര് ലിഫ്റ്റ് ചെയ്യുന്നവർക്ക് 500. അത് വെച്ച് നമ്മൾ പിന്നെ കൂട്ടും. വളരെ സിമ്പിളായ വലിയ വെയിറ്റ് പോലും ഇല്ല, വളരെ സിമ്പിളാണ്. ഞാൻ പൊക്കി കാണിക്കും. നിങ്ങൾ എൽബോ ഒന്നും ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതനുസരിച്ച് പൊക്കണം. മുട്ടാന്ന് പാടില്ല. ജസ്റ്റ് കാലേ പിടിച്ച്, കാലിൻ്റെ അടിയിൽ പിടിച്ച്, സപ്പോർട്ടൊന്നും എടുക്കാതെ സിമ്പിൾ. ആര് പൊക്കും നോക്കാൻ. ഞാൻ ഹെയറൊക്കെ കളർ ചെയ്തായിരുന്നു. അത് എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ ആരെയും അറിയിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് ഹെയർ കളറൊക്കെ പിന്നെ വെക്കാം. ആരെങ്കിലും പൊക്കുന്നോ? ചെയർ വെക്കുന്ന ആരും പെട്ടെന്ന് സമ്മതിക്കാറില്ല. എന്ത് ചെയ്യണം? ഇവിടെ ഒരു പോലീസ് ചേട്ടൻ ഇരിക്കും. ചേട്ടന് ചോദിക്കും പൊക്കുന്ന. ഇനീഷ്യൽ കുറച്ച് ലാഗ് കാരണം ആൾക്കാരെല്ലാം സെറ്റായി വരുന്നേക്കും. ഇന്ന് പ്രതീക്ഷിക്കുക. എനിക്ക് ഇവിടെ കണ്ണാടി വെച്ചിട്ട് ചെയ്യത്താൻ വരുന്നു. എന്നെ കണ്ടിട്ട് മാറിപ്പോവുകയാണ്. ഇങ്ങോട്ട് വാ, ഈ ചെയർ പൊക്കിയിട്ട് പോകും. അവിടെ നിന്ന് ഒടുത്തിരിങ്ങി എൻ്റെ ഈ ചാലഞ്ചിന് വേണ്ടി തന്നെ വന്നതായിട്ട് തോന്നുന്നു എനിക്ക്. ഈ ചെയർ പൊക്കിയ 500 രൂപ കേട്ടോ. താഴത്തൊരു കാലേ പിടിച്ച് പൊക്കണം. ഒറ്റക്കൈ. നമുക്ക് മുട്ടൊന്നും താഴത്ത് മുട്ടിക്കാൻ പറ്റില്ല, കുത്തി പൊക്കാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെ പിടിച്ച് പൊക്കി എടുക്കുക, നേരെ പൊങ്ങി വരണം. ഫ്രണ്ട് താഴെ പിടിക്കണം. താഴെ അവിടെ പിടിച്ച് പൊക്കണം. 500 ജയിക്കുന്ന കണ്ടോ? കമോൺ പൊങ്ങട്ടെ. നോവാ അങ്ങനെ പറയരുത്. ഒരു ട്രൈ വിളിച്ചിരിക്കുന്ന 2 ട്രൈ ഉള്ളു കേട്ടോ. ഞാൻ പിന്നെ ട്രൈ കുറയ്ക്കും. പിന്നെ യു ക്യാൻ ഡു ഇറ്റ്. കമോൺ. ഇല്ലേ? ഔട്ട് ഓഫ് 10 എത്ര ഹാർഡാണിത്? 5. എന്നിട്ട് എന്താ പൊക്കാഞ്ഞ? വീഡിയോ വന്നതിന് സന്തോഷം. ഇനി ആര് പൊക്കുന്നവർക്ക് 1000 രൂപ കേട്ടാ. അടുത്ത ആൾ വരുന്ന ചെയർ പൊക്കാൻ. ചെയറിന്റെ ഏറ്റവും താഴത്ത് പിടിക്കണം. അവിടെ പിടിക്കണം. ആയിട്ട് ചെയറിനെ ഒറ്റ പൊക്ക് വെക്കണം. ഇങ്ങനെ നീ ഏതെങ്കിലും കാലേ പിടിക്കുന്ന നീ ഏത് കാലേ പിടിക്കുന്നത്? ഏതെങ്കിലും ഒരു കാലേ പിടി. നീ ആ കാലേ പിടിക്കാൻ അറിയത്തില്ല. ഈ ക്ലിപ്പിൽ 2 കാലിൽ ഒരു കാലേ പിടി. പൊങ്ങുമെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ വെറുതെ വന്ന് വൃക്കും ഇവിടെ ചെയർ. അവിടെ ഒന്നും പിടിക്കാൻ പറ്റത്തില്ല. താഴത്ത് തന്നെ. അവിടെ തന്നെ. നീ ആരെയും വിളിക്കില്ല. സൂം ചെയ്ത് സൂം ചെയ്യും. ആ മരത്തിന്റെ പുറകിൽ അവൻ. 2 ട്രൈ ഉള്ളായിരുന്നു. ഇപ്പൊ എല്ലാ ട്രൈയും കഴിഞ്ഞ് പിടിച്ചിട്ട് കമോൺ. യെസ്. പൊക്കി കാണിച്ചാൽ അംഗീകരിക്കത്തുള്ളത്. വളരെ എളുപ്പമാണ്. എന്തായാലും നിന്റെ ട്രൈ കഴിഞ്ഞു. എന്ത് ഇത്ര ക്രൗഡായിട്ട് ഗ്രൂപ്പ് എഫേർട്ടാണ്. ആര് പൊക്കുവർക്ക് 1000 രൂപ കേട്ടാ. അടുത്ത ആൾ വന്ന് പൊക്കുന്നു. മുട്ട് കുത്താൻ പറ്റത്തില്ല. കൈയുടെ മുട്ട്. എങ്ങനെയല്ല. ഇപ്പൊ പൊക്കിയാനെ പക്ഷെ പറ്റിയില്ല. 3 ആൾക്കാർ വന്നു കഴിഞ്ഞ് ഇനി അടുത്ത ആര് ചെയ്യുന്നവർക്ക് 1500 കേട്ടാ. അവള് പറയാ പൊക്കി കാണിക്കാം കേട്ടാ. ഇത്ര നേരമായിട്ട് പിന്നെ 4-5 പ്രാവശ്യം ഇത് ചേറിട്ട് പൊക്കേണ്ടിരുന്ന ഞാനെന്ന് തോന്നുന്നു. 1500. ആ ലേലം വിളിക്കണം. വരുന്നില്ല. താഴത്ത് പിടിക്കണം. മുട്ട് കുത്തരുത്. അത്രേ ഉള്ളൂ. പയ്യൻ പറഞ്ഞിരിക്കുന്ന അവൻ പൊക്കുമെന്നാണ്. വെല്ലുവിളിയാണ് പൊക്കുമെന്നുള്ള. 1500 മേടിച്ചോണ്ട് പോകും. ഓൺലി 2 ട്രൈസ്. ഓക്കെ. ശരിയല്ലേ? പേര് ഷക്കീറിനെ കൊണ്ട് ഇപ്പൊ നടന്നില്ല. അടുത്ത പ്രാവശ്യം. അപ്പൊ ആരാണ് അടുത്തത്? ആര് ചെയർ പൊക്കുന്നവർക്ക് 2000 കേട്ടാ. ഞാൻ പിന്നെയും കൂട്ടി. അത് ഇടക്കിടക്ക് വേറെ ചാലഞ്ച്. ഞാൻ ഇതിനിടക്ക് വേറെ ചാലഞ്ച് ആക്കില്ല. അടുത്ത ആൾ വരുന്നു. പൊക്കുന്ന 2000 രൂപ പൊക്കുക. ഏറ്റവും താഴത്ത് മുട്ട് കുത്തരുത് കേട്ടാ. പയ്യൻ പൊക്കുന്നു. 2000 രൂപ ജയിച്ചു കഴിഞ്ഞാൽ 2 ട്രൈ കൊടുക്കുന്നുള്ളൂ ഞാൻ. ഒറ്റ പൊക്ക്. വളരെ വെയിറ്റ് ഇല്ലാത്തൊരു ചെയറാണ്. 4-5 പ്രാവശ്യം പൊക്കിയാ. ഇപ്പോൾ 6.5 കിലോ ഉള്ളു ചെയറിനൊക്കെ അത്ര വെയിറ്റേ ഉള്ളൂ. ഞാനിപ്പം 3ാമത്തെ ട്രൈ ആണ്. അങ്ങനെ ഒന്നിക്കാറില്ല. നേരെ പൊങ്ങിയേരണം. ഇങ്ങനെ പറ്റുവാ? ലാസ്റ്റ് ട്രൈ. നീ തള്ളിവിടാൻ പോവാനാണത്. ഗത കണക്ക് തന്നെ പൊസിഷനിങ് ഇങ്ങനെ തള്ളിവിടുന്നത്. ഇനി ട്രൈ ചെയ്യണോ? നീ ചെയ്. ഇവനെ കൊണ്ട് ആയിട്ടില്ല. അടുത്ത ആള് പെട്ടെന്ന്. യെസ്, കമോൺ. ലിഫ്റ്റ് ദ ചെയർ ആൻഡ് വിൻ $2000. ബാക്ക് പിടിക്കാൻ പറ്റില്ല. ഫ്രണ്ട് മാത്രം. ഹൈപ്പ് ചെയ്യൂ. ആരെങ്കിലും ഹൈപ്പ് ചെയ്യൂ.
കമോൺ ബോയ്സ്. അതിൻ്റെ ഫോർ ആംസ് വലുതാണ്, ചിലപ്പോൾ പൊങ്ങും. ഈ ചെറിങ്ങനെ തന്നെ ഇവിടെ ഇരിക്കും എല്ലാ കാലവും. ഈ ബ്രോനെ കൊണ്ടും പറ്റിയില്ല. അടുത്ത ആള് ഞാൻ പറഞ്ഞില്ലേ പെട്ടുവിടുന്ന ആൾക്കാർ വരുന്നു. 2000 രൂപ ജയിക്കുമോ ഇല്ലയോ? അങ്ങനെയല്ല ഇങ്ങനെ റിസ്റ്റ് വെച്ച് തന്നെ പിടിക്കണോ? ഇങ്ങനെ പിടിക്കണം. ഇല്ല സപ്പോർട്ട് ചെയ്യാൻ പിന്നെ 2 കേജ് നോക്കുന്നതൊക്കെ. എടാ ഞാൻ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. അടുത്ത ആള് എത്ര ഉണ്ട്? വെയിറ്റ് നല്ലോണ്ടായിരുന്നു. 550 റേഞ്ച്. 6.5 പൊങ്ങും. ആരെങ്കിലും കൊണ്ട് പൊങ്ങും വിചാരിച്ച വന്നു. ആരെങ്കിലും കൊണ്ട് പൊന്തുവെന്ന് പറഞ്ഞു. ആര് പൊങ്ങും? 2500 അടുപ്പിക്കാൻ ലിഫ്റ്റ് ചെയർ. ഞാൻ ഓൾറെഡി 3-4 പ്രാവശ്യം പൊന്തിച്ച് കാണിച്ച്. ഈ ചെയർ എത്ര സിമ്പിൾ ആണെന്ന് ഞാൻ പൊക്കിയിട്ട് കാണിക്കും. എല്ലാവരും ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊന്തിക്കുക. നീ പൊന്തിച്ച് നോക്കുന്ന കൈ ഞാൻ താഴത്ത് മുട്ടിച്ചിട്ടില്ല കേട്ടാ. പൊക്കിയോ? അവൻ പൊന്തിക്കാന്ന് പറഞ്ഞിപ്പം എൻ്റെ ടെക്നീക്ക് കണ്ടപ്പോൾ തന്നെ അവൻ മനസ്സിലാക്കി അവൻ ചെയ്യുമെന്ന് പറഞ്ഞു. കിടന്നിട്ട് നോക്കാൻ പറയാ. ടെക്നിക്ക് ക്ലിയർ ആയ? അല്ല ഒന്നുകൂടി ട്രൈ ചെയ്താ. ട്രൈ ആവല്ലേ. ഇതേണ്ട അടുത്ത ആള് 5-6 പ്രാവശ്യമായി. കമോൺ ഔട്ട്. 2500. ആരും ഇല്ല ഇനി. ചേട്ടൻ ട്രൈ ചെയ്യും ഇപ്പം. കമോൺ. വീഡിയോ പോകുന്ന തോറും എനിക്ക് തോന്നുന്നു ഈ ചെയർ പൊങ്ങത്തില്ല. ഇല്ലേ? ബാലൻസ് ശരിയാവുന്നില്ല. എനിക്ക് തോന്നുന്നു ഇത് ചെയർ പൊങ്ങിയില്ലെങ്കിൽ എനിക്ക് ജിമ്മി പോലെ ട്രൈ ചെയ്യേണ്ടി വരും. ഈ പയ്യൻ ചെയ്യും, നോക്കിയോ. എനിക്ക് ചെയ്യണമെന്നേ ആഗ്രഹമുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പൈസ കൊടുത്തിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകും. I guess it's not gonna happen boys. പൊങ്ങും തോന്നില്ലടാ. ആര് പൊക്കും ഈ ചെയർ? ഞാൻ ഡിസ്കറേജ് ചെയ്യാൻ പറയുമല്ല, എനിക്ക് പ്രതീക്ഷയില്ല. എന്നാലും പോട്ടെ. എൻ്റെ കൂട്ടുകാർക്കൊന്ന് കൈയടിക്കാൻ പോലും നേരടാ അവർക്ക്. ചേട്ടൻ ഒന്ന് ട്രൈ ചെയ്യൂ, വരൂ. പിള്ളേരെ കൂടെ ഒന്നും പൊങ്ങും തോന്നില്ല. ചേട്ടൻ വാ. ഇവിടെ ചെയ്യുന്നാ? ഓ നല്ല വലിയ കൈയല്ലേ. ഇത് ഏതെങ്കിലും ഒരു കാലെ താഴ്ത്ത് പിടിച്ചാൽ മതി. കൈ കുത്തി പൊക്കരുത്, മുട്ട് കുത്തി പൊക്കരുത്. ചെയ്ത് കഴിഞ്ഞാൽ 2500 രൂപ. ഓക്കെ അപ്പോൾ ചെയ്യും. കമോൺ. പറ്റുമോ ഇല്ലയോ? ബാഗ് ഉരിക്കോ. ബാഗ് ഉരുട്ട് ബ്രോ ഒന്നുകൂടി ട്രൈ ചെയ്യുന്നതാണ്. കമോൺ. ഈസി നോട്ട് ഈസി. അപ്പോൾ കണ്ട സന്തോഷം. ഈ ചെയർ ആർക്കും പൊക്കാൻ പറ്റുന്നില്ല. പൊക്കുന്നവർക്ക് ഞാൻ 3000 രൂപ. 3000 രൂപ പറഞ്ഞപ്പോൾ വരുന്ന കണ്ട. ട്രൈ. ശരിയാണ് ബ്രോ. വരുന്നതിനെക്കാട്ടി സ്പീഡ് തിരിച്ചു പോയി. ബ്രോ ഒരു ചാൻസിനും കൂടി വന്നിരിക്കുകയാണ്. ഈ ചെയർ ഇതുവരെ എന്നെ ചതിച്ചിട്ടില്ല. അറിയാം, ഇതുവരെ എല്ലാ ചാനലിനകത്ത് ഒരിക്കലും പൈസ പോകാത്തൊരു ചെയർ. അയ്യോ ചെയർ ലാസ്റ്റ് ട്രൈ. ബ്രോനെ കൊണ്ട് പിന്നെ നടന്നില്ല. അടുത്ത ആളാരാണ്? നിങ്ങൾ ഈ ചെയർ വെക്കുന്നവരെല്ലാവരും ഇവിടെ കാണുമല്ലേ? എനിക്ക് തോന്നുന്നു. ആ പബ്ലിക് പ്ലേസിൽ നിന്ന് മാറി ഞാൻ ഇപ്പോൾ അയൺ ടെമ്പിൾ എന്ന് പറഞ്ഞ ജിമ്മിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ആരെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി എൻ്റെ ഈ തോർ ചെയർ ആരെങ്കിലും പൊക്കും. ആയിട്ട് പിന്നെ ഇത് ഇവിടെ വെച്ച് പിന്നെ പരിപാടിയില്ല കേട്ടോ. പിന്നെ ചെയറിൻ്റെ പരിപാടി തീരുകയാണ് ഇവിടെ വെച്ച്. അവിടെ കുറേ ബോഡി ബിൽഡേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. പൊക്കുവോ? അപ്പോൾ ഇവിടെ ഈ ഷൂവിൻ്റെ എണ്ണ എൻ്റെ ബാക്കിൽ കണ്ട. എനിക്ക് ഡൗട്ട് ചിലപ്പോൾ ഈ ചെയർ പൊങ്ങിപ്പോകുന്നു. അങ്ങോട്ട് കുറേ ആൾക്കാരും ഉണ്ട്. നോക്കി എവിടെയോ കുറേ ആൾക്കാർ. നോക്കി എവിടെ നോക്കി ഇച്ചിരി അറ്റം വരെ ഉണ്ട് കേട്ടോ. കുറേ നല്ല വലിപ്പമുണ്ട്. അപ്പോൾ നമ്മൾ ജിമ്മിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഏകദേശം കുറേയേറെ ആൾക്കാരുണ്ട്. ഫൈനലി ഈ ചെയർ പൊങ്ങുന്നുള്ള ദിവസം എത്തിയിരിക്കുന്നു. നമ്മളിപ്പോൾ 3000-ലാണ് നിൽക്കുന്നത്. പൊക്കാതെ വരുമെങ്കിൽ ഇനിയും പൈസ കൂട്ടും. അപ്പോൾ ആരെങ്കിലും ഒരാളെ വിളിക്കണം. കുറേയേറെ ആൾക്കാരുണ്ട്. ബ്രോ ട്രെയിനർ തന്നെയല്ലേ ഇവിടുത്തെ? ബ്രോ വെച്ചാൽ തുടങ്ങാം. ഇത് ചെയർ പൊക്കിയ 3000 രൂപ കേട്ടോ. ഇത് ചെയറിൻ്റെ ഒരു കാലേ പിടിച്ചിട്ട് നേരെ ഇങ്ങനെ പൊക്കിയെടുത്താൽ മതി. കുത്തിയൊന്നും പൊക്കാൻ പറ്റത്തില്ല. ജിമ്മിലെ ഫസ്റ്റ് ആളാണ്, ഇവിടുത്തെ ജിം ട്രെയിനറാണിത്. ഞാൻ ബ്രോ പൊക്കുന്നില്ലെങ്കിൽ ഞാൻ പൊക്കി കാണിക്കാം. അപ്പോൾ ഞാൻ ജിമ്മ എല്ലാവർക്കും വേണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കാം. നീ എൻ്റെ പുറകിലോട്ട് പോയിക്കേ.
ഇങ്ങനെ പൊക്കണം കേട്ടോ. അടുത്ത ബ്രോ ചെയ്യും. ഈ മുട്ട് താഴത്ത് വെക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ ചെയർ ഒട്ടും ഇട്ടെടുക്കുന്നില്ല ചേട്ടാ. ചോക്കുണ്ടോ ചേട്ടാ? ചേട്ടന് കൈ തന്നെയാണ്, അതുകൊണ്ട് കുറച്ച് ചോക്ക് വല്ലതും ഉണ്ടാകുന്നു. ചോക്കാണെന്ന് ലിക്വിഡ് ചോക്ക് വെച്ചിട്ട് ഇനി പൊങ്ങുന്നതാണ്. വോയിസ് വെയിറ്റ് ചെയ്തോ. ഇത് പോയി കഴിഞ്ഞാൽ 3000 കേട്ടാ. കമോൺ 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 കമോൺ. അടുത്ത ആരാണ്? വരൂ 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 വരൂ. ഇജാസല്ലേ ബ്രോയുടെ പേര്? ബ്രോയുടെ പേര് രാജേഷ്. ആ വാ രാജേഷ്. കമോൺ കമോൺ. വളരെ 6.5 കിലോ ഉള്ളു ചേർന്ന്. ആ കമോൺ കമോൺ കമോൺ, ലെറ്റ്സ് ഗോ. സംബഡി ഹാസ് ടു ലിഫ്റ്റ് ദിസ്. യു ഹാവ് ടു ഹോൾഡ് അറ്റ് ദ ബോട്ടം. സപ്പോർട്ട് കൊടുക്കാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. നോ ഗോ ബോയ്സ്. It's $3,000. Whoever can lift this chair. ബക്സ് അല്ല, 3,000 rupees. ചിലവർക്ക് ബക്സ് പറയാൻ പിടിക്കത്തില്ല. ആരെങ്കിലും ജിമ്മിൽ പൊക്കി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ നിർത്താൻ ഇവിടെ വെച്ചു. അവന് ലിക്വിഡ് ചോക്ക് കൊടുക്കും. ലിക്വിഡ് ചോക്കൊക്കെ ഇട്ടിരിക്കുകയാണ് ബോയ്സ്. കമോൺ കമോൺ ബോയ്സ് കമോൺ. ചോക്കൊക്കെ തേച്ച് പൊങ്ങേണ്ടതാണ്. പൊക്കിക്കോ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ പൊക്കിയാൽ മതി എനിക്ക്. ആ അതെ. നോ ഗോ ബോയ്സ്, നോ ഗോ. ഈ ബ്രോ ഇനി പൊക്കാൻ പോകുകയാണ്. യു ഹാവ് ടു ഹോൾഡ് ഇറ്റ് ഫ്രം ദാറ്റ് സൈഡ്. From that side? It is supposed to be from this side. Otherwise the balance will never be there. No, I just now lifted it, no? Yeah. But ideally it should be like this, no? Because this is the heavy side. Like it's a challenge because somebody has to lift it from the front, no? So you have changed the physics. You can lift 6.5 kg, no? It's only 6.5 kg. Yeah, but balance is not there, right? But it will only become difficult if you lift it from the front, no? Otherwise it's easier because all the weight is at the back. So there is no brain involved here, just strength. Nah, that's strength. I came to the gym, no? You can't put the leverage at the ground, okay? My hand. Yeah. How do I do that? Yeah, that's all. You have to lift it up like this. You need to have that power in your wrist to like flick the chair from that side. ഞാൻ പിന്നെ കാണിക്കാം. എൻ്റെ കൈ തന്നെ ആ ഒരു കുഴപ്പം. കൈ തന്നെ തുടങ്ങി കേട്ടാ. ഇത് കുറച്ച് രാവിലെ ആയിട്ട് പൊക്കില്ല ഞാൻ. ഇതായിട്ട് 10ാമത്തെ വട്ടോ ഞാൻ പുറത്ത് പൊക്കിയിട്ട് വരുക. You have to lift like this. ഇങ്ങനെ വെക്കണം. കമോൺ. അടുത്ത ആര് വരുന്നു? തിരുവന്നെ കൈ പൊക്കുന്നില്ലെന്ന് വിചാരിച്ചു. ഇവിടെ പോയി ആളെ കെട്ടില്ല. Like nobody has lifted it since like 1 year. Come on boys. അടുത്ത ആളൊന്ന് പൊക്കുന്നതാണ്. ഈ ചെയർ കഴിഞ്ഞ 1 വർഷമായിട്ട് ആരും പൊക്കിയിട്ടില്ല. റിച്ച് പവർ, കംപ്ലീറ്റ് റിച്ച് പവർ. അടുത്ത ആരാണ്? ജിംബ്രോ. വരൂ. ഇതുവരെ ഗേൾസ് ആരും ചെയ്തിട്ടില്ല. വാ. ഒരാൾ പോലും ചെയ്തിട്ടില്ല അല്ലേ? ആദ്യത്തെ ലേഡി കണ്ടസ്റ്റന്റ് ആണ്. പൊങ്ങുവാ. ശ്രമിക്ക്. കമോൺ. ഇല്ലേ കമോൻ. ആരെങ്കിലും വന്നല്ല? ഇതുവരെ ആരും വന്നില്ലായിരുന്നു ലേഡീസിൽ. ഇതെന്താ കൈ വെളുപ്പിച്ച് വന്നാ? കമോൺ. ആരെങ്കിലും നീ ചേർന്ന് പൊക്കി തന്നാ മാത്രം മതി. കമോൻ. Come on. Oh, come on. എന്തോ നടക്കുന്നത്? Come on, ട്രെയിനർ എത്തിയിരിക്കുന്നു ബോയ്സ്. കമോൺ. പൊക്കു 3000 രൂപ പൊക്കിയ. പൊക്കു. പൊങ്ങട്ടെ. ഈ ചെയർ ദൈവം എന്നെ കൂടത്തുണ്ട് കേട്ടോ അതിനകത്ത്. കമോൺ. ഇനി ആരാ ചെയ്യാൻ ബാക്കി? ലിഫ്റ്റ് ആയിട്ട് വരും. ചേട്ടാ ലിഫ്റ്റ് ആയിട്ട് വരും. വെയിറ്റ് ചെയ്യുക. കാഫ് കളിക്കാനാണ്. ഞാൻ ഓർത്ത് ഹിപ് ത്രസ്റ്റ് ചെയ്യാൻ പോകണമെന്ന്. അവിടെ എല്ലാവരും ക്യാമറ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത്. ഈ ചെയർ പൊങ്ങുന്നു തോന്നില്ല ചേട്ടാ. എൻ്റെ അഭിമാനമാണ് ആ ചെയർ. ഞാൻ വീട്ടിൽ കൊണ്ടുപോകാൻ. ആ കാഫ് കളിച്ചതിനെക്കാട്ടി വളരെ എളുപ്പമാണ്. കമോൺ. അടുത്ത ആള് വന്നിരിക്കുന്നു. ജിമ്മിനകത്ത് നല്ല തിരക്കുണ്ട്. എല്ലാവരുടെയും എക്സസൈസ് മുടക്കി ഞാൻ വന്നത്. പൊക്കൂ. പതുക്കെ വെക്കടാ. നിങ്ങളുടെ ജിമ്മല്ലേ, എൻ്റെ ജിമ്മല്ല. ഏതെങ്കിലും നല്ലൊരു ജിമ്മായ ആള് ഷട്ട്ലെസ് പൊക്കോ. എനിക്ക് തംബ്നെയിലിന് വേണ്ടിയാ. കമോൺ.
ലെറ്റ്സ് ഗോ. കൊണ്ട് പറ്റിയില്ല. ആരാ എടുത്തത്? ഷട്ട്ലെസ് ചെയ്യുന്നു. നല്ല ബോഡിയൊക്കെ അല്ലേ, ഷട്ട്ലെസ് ചെയ്യും. നല്ല ബോഡിയൊക്കെ അല്ലേ, ഷട്ട്ലെസ് ചെയ്യും. അല്ല ഞാൻ ഒരു എക്സ്പ്രഷൻ കൊടുക്കും, ഇതന്നെ ഞാൻ തമ്മിലിടാം. കമോൺ കമോൺ കമോൺ. ഇവിടെ ലോക്ക് ചെയ്യാറുന്നില്ല, ലോക്ക് ചെയ്യാറുന്നില്ല. താഴെ പിടിച്ചു വെക്കണം, അതാണ് എല്ലാവർക്കും പറഞ്ഞത്. കമോൺ. 6.5 കിലോ ഉള്ളൂ ചേറിന്. ജിംബ്രോ പിന്നെയും ട്രൈ ചെയ്യുന്നു. പൊങ്ങുവാ. നീ കൂടി ചെയ്തോ. ആ വീഡിയോ എടുത്തോ, വീഡിയോ എടുത്തോ. പമ്പായ ജസ്റ്റ് ഒന്ന് കാണിക്കൂ. ഞാൻ ടെക്നിക്ക് ഉപയോഗിച്ചാണ് പൊക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കുവാണെങ്കിൽ ഇല്ല എനിക്ക് ടെക്നിക്ക്. ഞാൻ വെറുതെ തൊട്ടത്, കൺഫ്യൂഷൻ തീർത്തിരിക്കുന്നത് ഞാൻ. Boys, come on, come on, come on, come on, come on, come on, come on. Let's go. Come on, come on, come on, come on. Oh! ഫൈനൽ ബോസ് ചെറുതായിട്ട് പൊക്കി. ബോയ്സ് ഇതല്ലായിരുന്നു ഫൈനൽ, ഇതാണ് ഫൈനൽ. ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് ആലപ്പുഴ ബസ് പിടിക്കണം. ബോയ്സ് എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ച് നമ്മൾ പാക്കപ്പ് ചെയ്യാണ്. ജിമ്മിൽ ആരും പൊക്കിയില്ല, മറൈൻ ഡ്രൈവിൽ ആരും പൊക്കിയില്ല, ആലപ്പുഴയിൽ ആരും പൊക്കിയില്ല. എന്തായാലും ഈ ചെയർ ചാലഞ്ച് ഞാൻ 1 വർഷം കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുവരാം. കേട്ടോ കേട്ടോ. അടുത്ത പ്രാവശ്യം ഇനി വെയിറ്റ് കൂട്ടും എൻ്റെ ചെയറിൻ്റെ. അപ്പോൾ എന്തായാലും ഞാൻ പോട്ടെ.